പ്രശസ്ത നാടകകൃത്ത് തുപ്പേട്ടനെ ഓർത്തിട്ടൊരു നാടക ക്യാമ്പ് ഉണ്ടായിരുന്നു പാലക്കാട് കടമ്പഴിപ്പുറത്ത്. നാട്യശാസ്ത്രി അത് സംഘടിപ്പിച്ച് തുപ്പേട്ടൻ്റെ കുറേ നാടകങ്ങളും കുറേ കലാപരിപാടികളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. തുപ്പേട്ടൻ ഉണ്ടായിരുന്ന കാലത്ത് നിലനിൽക്കുന്ന എല്ലാ വ്യവസ്ഥിതിനെയും ചോദ്യം ചെയ്ത് ജീവിച്ച ഒരാളായിരുന്നു. അദ്ദേഹം നാടകരചനയിൽ ഉണ്ടായിരുന്ന എല്ലാ വാർപ്പ് മാതൃകകളെയും പൊളിച്ചെഴുതി. സാമൂഹ്യ ദുരവസ്ഥകളെയൊക്കെ ആക്ഷേപഹാസ്യത്തിൽ കൂടെ പരിഹസിക്കുന്ന ഒരു രീതിയിലായിരുന്നു അദ്ദേഹം നാടകം എഴുതിയത്. സാക്ഷാൽ മാർത്താണ്ഡ ഇവരൊക്കെ കമ്മറ്റിക്കാർ. മതി മതി മതി. അദ്ദേഹം ലോക്കൽ അധികാരി. ഈ നാടക ക്യാമ്പിൽ തുപ്പേട്ടൻ്റെ മോഹനസുന്ദര പാലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാടകം ഉണ്ടായിരുന്നു. ഇത് സംവിധാനം ചെയ്തത് പ്രശസ്ത നാടക സംവിധായകൻ നരിപ്പറ്റ രാജുവാണ്. ഇദ്ദേഹം ഈ നാടകത്തിൽ കൂടെ തുപ്പേട്ടൻ ഈ നാടകത്തിൽ കൂടെ കാണിച്ചു തരുന്നത് നാട്ടിലൊരു പാലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ജനത അധികാരികളുടെയും ഫയലുകളുടെയും മുന്നിൽ കൂടെ നടത്തുന്ന നെട്ടോട്ടാണ്. വലിയൊരാൾക്കൂട്ടത്തെ ജനങ്ങളുടെ മുന്നിൽ നേരിട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതിയിലാണ് സംവിധായകൻ ഈ നാടകം അവതരിപ്പിച്ച്. ശരിക്കും ഒരു കുഞ്ഞു കാര്യത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇത്രയും നെട്ടോട്ട് ഓടേണ്ടതൊക്കെ കാഴ്ചക്കാർക്ക് നേരിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ നാടകത്തിലെ ഓരോ സീനും. ഈ നാടകത്തിൻ്റെ രംഗസജ്ജീകരണവും ദൃശ്യസജ്ജീകരണങ്ങളും ദീപ സംവിധാനവും ഒക്കെ ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. മോഹനസുന്ദരപാലം കുറേ കാലങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു നാടകമാണ്. പക്ഷെ ഇന്നും അതിൻ്റെ സാമൂഹ്യ പ്രസക്തി അതുപോലെ നിലനിൽക്കുന്നുണ്ട്. ഒരാൾക്കൂട്ടത്തിൻ്റെ ആധികളും അലച്ചിലുകളും പിന്നെ അധികാര ദുർവിനിയോഗമൊക്കെ വളരെ വിജയകരമായിട്ട് തന്നെ ഇതിലെ അഭിനേതാക്കൾ നമ്മുടെ മുന്നിൽ പറഞ്ഞു തന്നു. പിന്നെ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് അത് സംവിധാനം ചെയ്ത സംവിധായകനും കൂടിയാണ് മോഹനസുന്ദരപാലത്തെ ഇക്കാലത്തിൻ്റെയും കൂടെ നാടകമാക്കിയെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ മാസം 16 ഞാൻ ഇടക്കാട്ടിലേക്ക് പോയിരുന്നേ.
കാട്ടിരിക്കും. ബസ്സിനാണ് പോയത്, വണ്ടിക്ക് പോയിട്ട് ഒരു കാര്യമില്ല. പിന്നെയും കയറണം ബസ്. സുഹൃത്തായ അഡ്വക്കേറ്റ് മോഹനചന്ദ്രന്റെ വീട്ടിലിരിക്കുന്നത് വക്കീൽ മോഹനന്റെ അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുമ്പോഴാണ് ഈ മോഹനസുന്ദര പാലം എന്നുള്ള ആശയം ഞാൻ മനസ്സിലിങ്ങനെ കേറി കണ്ടത്. മലയാളത്തിൽ കുറേ വിഷുക്കവിതകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ തലമുറപ്പെട്ട കവികളും വിഷുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിഷുക്കവിതകൾ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടാവുക പി കുഞ്ഞിരാമൻ നായരായിരിക്കും. അദ്ദേഹത്തിൻ്റെ വിഷുപക്ഷിയുടെ പാട്ടും വിഷുക്കണിയും അന്നത്തെ വിഷുക്കണിയും പഞ്ചവർണ്ണക്കിളിയും വിത്തും കൈക്കോട്ടും ഒക്കെ വളരെ പ്രശസ്തമായ വിഷുക്കവിതകളാണ്. ഈ കവിതകളുടെ ഒക്കെ ഒരു പ്രമേയം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട നാട്ടു നന്മകളെക്കുറിച്ചും വിഷുക്കാലത്തിൻ്റെ ഗൃഹാതുരതയെക്കുറിച്ചൊക്കെയുള്ള കുറേ ഓർമ്മകളാണ്. വൈലോപ്പള്ളിയുടെ വിഷുക്കണിയാണ് വളരെ പ്രശസ്തമായ വേറൊരു വിഷുക്കവിത. ഈ കവിതയിൽ കവി ഓർക്കുന്നത് ബാല്യത്തിലെ വിഷുക്കാലത്തിനെ കുറിച്ചും വേനലവധിനെ കുറിച്ചിട്ടും ഒക്കെയാണ്. ശരിക്കും നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒരു കാലത്തിനെയും കൂടിയാണ് കവി അത് കൂടെയൊക്കെ ഓർമ്മിപ്പിക്കുന്നത്. പ്രകൃതിയെ നശിപ്പിക്കുന്ന മനുഷ്യനോട് പിന്നീടുള്ള ഭാഗത്തിൽ ഈ കവിതയിൽ കവി കലഹിക്കലും സഹതപിക്കലും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വളരെ പ്രശസ്തമായ മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ മണവും മമതയിത്തിരി കൊന്നപ്പൂ എന്നുള്ള വരികളോടെ ആ കവിത നിൽക്കുന്നത്. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഉണ്ണിക്കുട്ടന് കണി കാണുക എന്നുള്ള കവിത പറയണത് പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട സഹവർത്തിത്വത്തെക്കുറിച്ചൊക്കെയാണ്. ഈ കവിതയിൽ മാങ്ങ തിന്നണ അണ്ണാറക്കണ്ണനും പിന്നെ കണി കാണുന്ന ഉണ്ണിക്കുട്ടനും ഒന്നിച്ച് ആസ്വദിക്കുന്ന ലോകത്തിനെക്കുറിച്ചും ഒന്നിച്ച് ജീവിക്കേണ്ട പ്രകൃതിനെ കുറിച്ചുമൊക്കെയാണ് കവി പറയണത്. സച്ചിദാനന്ദൻ്റെ ഏപ്രിൽ എന്നുള്ള കവിത തുടങ്ങുന്നത് വിഷുവിനെ കുറിച്ചിട്ട് ഓർത്തിട്ടാണ്. പക്ഷേ ഈ കവിതയിൽ വിഷു ഗൃഹാതുരതയോ നഷ്ടബോധമോ ഒന്നുമല്ല. ദാരിദ്ര്യത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും അസ്തിത്വ ദുഃഖത്തിൻ്റെയൊക്കെ പ്രതീകമാണ് ഏപ്രിൽ എന്നുള്ള കവിതയിലെ വിഷു. എന്നങ്കക്കാടിൻ്റെ സഫലമീ യാത്ര മലയാളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ കവിതകളിലൊന്നാണ്. കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും എന്നൊക്കെയുള്ള വരികളാണ് അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. വിഷുവായിട്ട് ഈ കവിതയ്ക്ക് നേരിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ ആ കവിതയും ആ വരികളെ ഓർക്കാണ്ട് ഒറ്റ വിഷുക്കാലം കടന്നു പോണില്ല എന്നുള്ളതാണ് സത്യം. മരണം കൊണ്ട് പ്രശസ്തയായ കവയത്രിയാണ് നന്ദിത. ഇവർ ആത്മഹത്യ ചെയ്ത ശേഷം പ്രസിദ്ധീകരിച്ച ഡയറി കുറിപ്പുകൾ ഒരുപാട് വായനക്കാരുടെ പ്രിയപ്പെട്ട പുസ്തകമാണ്.
ഈ ഡയറി കുറിപ്പുകളിലെ പേരിടാത്തൊരു കവിത വിഷുക്കാലത്തിനെയും ഏപ്രിൽ മാസത്തിനെയും ഒക്കെ കുറിച്ചിട്ട് ഭയങ്കര ദുഃഖത്തോടെയും നിരാശയോടെയൊക്കെ ഓർക്കുന്നുണ്ട്. കമ്മലുണ്ടാക്കുന്ന കൊന്നപ്പൂവ് എന്ന് കവിത എഴുതിയത് പുതിയ തലമുറയിലെ കവിയായിട്ടുള്ള വീരാൻകുട്ടിയാണ്. യൂട്യൂബിലൂടെ ബ്ലോഗിലൂടെയൊക്കെ പ്രശസ്തരായ കുറേ കവികൾ, പുതുതലമുറ കവികളും വിഷുവിനെ കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ട്. ഫ്രാങ്ക് ഒലിവറുടെ സംഗ്രമവും ഉഷാ ബാലകൃഷ്ണൻ്റെ വിഷുപ്പുലരിയും പിന്നെ പ്രവാസിയായിട്ടുള്ള ധനേഷ് എഴുതിയിട്ടുള്ള വീണ്ടും ഒരു വിഷുക്കാലമൊക്കെ ഇത്തരത്തിൽ പുതിയ മാധ്യമത്തിലൂടെയൊക്കെ ശ്രദ്ധേയമായിട്ടുള്ള വിഷു അനുഭവങ്ങൾ. ഈ ഘട്ടത്തിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഒറ്റ പ്രാവശ്യം